കൂട്ടുകാർ ഏതോ ജന്മകൽപ്പനയിൽ വിവാഹ ആഘോഷങ്ങൾ തന്നെയായിട്ട് ഇനി നടക്കാൻ പോകുന്നത്. നമ്മുടെ പ്രീതിയുടെയും ആകാശിൻ്റെയും ആ ഒരു കല്യാണ മേളങ്ങൾ, അതിനിടയിൽ നമ്മുടെ ശ്യാം കടന്നു വരുന്നതും നമ്മുടെ ശ്രുതിയും പ്രീതിയും ഒക്കെ ആ ഒരു ദേഷ്യത്തോടെ നോക്കുന്നതും ഒക്കെ ആയിട്ടുള്ള രംഗങ്ങളാട്ടോ നമുക്ക് പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ ശ്രുതി നമ്മുടെ അഞ്ജലിയോട് പറയാനൊക്കെ പോകുന്നുണ്ട് നമ്മുടെ ശ്യാമിൻ്റെ കാര്യം. പക്ഷേ ആ ഒരു തൻ്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങി പോകരുത് എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത്, നമ്മുടെ അഞ്ജലിയുടെ അടുത്ത് കാര്യങ്ങളൊന്നും തന്നെ ശ്രുതി പറയുന്നില്ല. കല്യാണം മുടങ്ങുന്നു, തൻ്റെ കല്യാണം മുടങ്ങി എന്നുള്ളത് മാത്രമേ നമ്മുടെ ശ്രുതി പറയുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ശ്യാമിൻ്റെ ചതിയൊന്നും അവിടെ ശ്രുതി തുറന്ന് പറയുന്നില്ല. അത് ഒറ്റ കാരണമേ ഉള്ളൂ, പ്രീതിയുടെ കല്യാണം മുടങ്ങി പോകരുതെന്ന് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ കല്യാണം ഇങ്ങനെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്ന, ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്ന കിടിലൻ മുഹൂർത്തങ്ങൾ തന്നെയായിട്ട് നമുക്ക് പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഒരൊറ്റ കാര്യം മാത്രം നമ്മുടെ അശ്വിനും ലാവണിയും അതിലില്ല കേട്ടോ. നമ്മുടെ അശ്വിനെ കാണാനേ ഇല്ല, രംഗങ്ങളിലൊന്നും തന്നെ നമ്മുടെ അശ്വിൻ ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം കഥ എങ്ങനെയൊക്കെയാണ് തീരും. ഇനി നമ്മുടെ ശ്രുതിയുടെയും അശ്വിൻ്റെയും വിവാഹം അതിനോടൊപ്പം തന്നെ നടക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.